നമസ്കാരം കൂട്ടുകാരെ, നമുക്കിന്ന് കുറച്ച് മാസ്കുകൾ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് വേണ്ടത് ഈ കാണുന്ന മെറ്റീരിയൽസൊക്കെയാണ്. ഇനി ആദ്യമായിട്ട് നമുക്ക് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കാം. ആദ്യം ഞാനൊരു മഞ്ഞക്കിളിയുടെ മാസ്കിൻ്റെ ഔട്ട്ലൈനാണ് വരച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ഔട്ട്ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് ഇതുണ്ട് ഇതുപോലെ വരും. അന്നേരം അതിൻ്റെ കണ്ണൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കളർ ചെയ്യുവാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഓയിൽ പാസ്റ്റൽസ് ആണ്. അത് അരയ്ക്കാനും അത് കളർ സ്പ്രെഡ് ചെയ്യാനും കൈ കൊണ്ടൊക്കെ സ്പ്രെഡ് ചെയ്യാനും ഒക്കെ എളുപ്പമായതുകൊണ്ടാണ് അതെടുത്തത്. അടുത്തതായിട്ടൊരു കാക്കയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അതിനും ഇത് കണക്ക് ഓയിൽ പാസ്റ്റൽസ് ഉപയോഗിച്ച് നിറം കൊടുക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ഒരു മയിലിനെയാണ് ഉണ്ടാക്കുന്നത്. ഒരു നീല പേപ്പറിൽ ഔട്ട്ലൈൻ വരച്ചു. പിന്നെ അതിൻ്റെ കണ്ണിൻ്റെ ഭാഗം വരച്ച് നമ്മൾ ഒട്ടിച്ച് ചേർക്കുവാണ്. കളർ ചെയ്യുകയല്ല ചെയ്തത്. അങ്ങനെ ചെയ്യുന്നതാണ് ഭംഗിയെന്ന് എനിക്ക് തോന്നിയുണ്ട് അങ്ങനെ ചെയ്തു. അങ്ങനെ നമ്മൾക്ക് 3 മഞ്ഞക്കിളികളും ഒരു മയിലും ഒരു കാക്കയും റെഡി ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് മാസ്കുകൾ ഉണ്ടാക്കാനായിട്ടുണ്ട്. ഇനിയും കുറച്ച് വെള്ളക്കിളികളെയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ആ വെള്ളക്കിളിയുടെ ഔട്ട്ലൈനൊക്കെ ഇട്ടു. ഇതിനകത്ത് ഒരു 3 എണ്ണം കൂടി വേണമായിരുന്നു, അതും ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ 3 മഞ്ഞക്കിളി, 3 കാക്ക, ഒരു മയിൽ, 3 വെള്ളക്കിളി ഇത്രയും റെഡി ആയിട്ടുണ്ട്. ഇനി ആവശ്യമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ അളവിനുള്ള റിബൺ കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് കട്ട് ചെയ്ത് എല്ലാ മാസ്കിലും സ്റ്റാപ്പിൾ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഇത്രയും മാസ്കൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. ഇത് നമ്മുടെ പാപ്പിയുടെ സ്കൂളിലെ അവൻ്റെ കൂട്ടുകാർക്കും അവനും എല്ലാം സ്കിറ്റ് കളിക്കാൻ വേണ്ടിയിട്ട്, പഠനോത്സവമായിട്ട് ബന്ധപ്പെട്ട് സ്കിറ്റുകൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാസ്കാണ്. മോനുണ്ടാക്കുന്ന കൂട്ടത്തിൽ ബാക്കി കുട്ടികൾക്കും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇങ്ങനെയുള്ള പണികളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അങ്ങനെ എല്ലാ മാസ്കിലും ഈ തരത്തിൽ അവൻ്റെ നീളത്തിലാണ് കേട്ടോ, അവൻ്റെ തലയുടെ അളവെടുത്തുകൊണ്ടാണ്. കാരണം ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരുന്നു. മൊത്തം അവൻ്റെ അളവിനാണ് ചെയ്തത്. എൻ്റെ കണ്ണിൻ്റെ പൊസിഷനും റിബണിൻ്റെ ലെങ്തും എല്ലാം ഇതെല്ലാം നിർമ്മിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ സന്തോഷം തോന്നി കേട്ടോ. നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയതുപോലെ. നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ മാസ്കുകളൊക്കെ? കൂടുതൽ ഏത് മാസ്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മയിലിൻ്റെ മാസ്കായിരുന്നു. പിന്നെ ഒരു പൂച്ചയുടേത്. ഇത് രണ്ടും കുറച്ച് എഫേർട്ട് വേണ്ടതായിരുന്നു. അതുകൊണ്ടാണ് എനിക്കത് ഇഷ്ടമായത്. അവൻ്റെ സന്തോഷം കണ്ടു. അവനെപ്പോലെ തന്നെ ബാക്കിയുള്ള കുട്ടികളുടെയും മനസ്സ് നിറയണം. അതായിരുന്നു എൻ്റെ ലക്ഷ്യം. നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.